Good morning, all. How are you? Good morning, Ma. Morning. നല്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. Thank you, thank you. എല്ലാവർക്കും സുഖല്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 2025 ലാസ്റ്റ് മന്തിലെ ഫസ്റ്റ് ഡേയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള അവേഴ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ. കൃത്യമായി പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മന്ത് നമ്മുടെ കയ്യിൽ അവശേഷിക്കും, ബാക്കിയായിട്ട് ഉണ്ട് അല്ലെ. നമ്മളെ തന്നെ തിരിച്ചറിയാനും ഒന്ന് റീ അനലൈസ് ചെയ്യാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഒരു മാസം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്, പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ, അതല്ലെങ്കിൽ നമ്മൾ കടന്നു പോകാനിരിക്കുന്ന വർഷത്തെ ഏത് രീതിയിൽ അഭിമുഖീകരിക്കണം എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ തീരുമാനമാണ് അല്ലെ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും തുടങ്ങാനും അവസാനിപ്പിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തേതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ വർഷത്തെ ആക്കി തീർക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, കഴിഞ്ഞ വർഷങ്ങളെക്കാളെല്ലാം അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വർഷമാക്കി 2026 ഉപയോഗപ്പെടുത്താനും, ആ വാക്ക് തന്നെ ഉപയോഗിക്കാം അല്ലെ, ഉപയോഗപ്പെടുത്താനും നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, പൂർണ്ണ അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ തീരുമാനം നമ്മുടെ ഓരോരുത്തരുടേതാണ്. എനിവേ, നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. ദ റിയൽ ആൽക്കമിസ്റ്റ്. എന്താണ് ഈ ആൽക്കമി എന്നുള്ള വാക്കിന്റെ അർത്ഥം? എന്താണ് ആൽക്കമി എന്ന് പറഞ്ഞാൽ? എന്താണ് ആൽക്കമി എന്ന് പറഞ്ഞാല്? ഒരു ഓർഡിനറി അല്ലെങ്കിൽ ഒരു ബേസ് മെറ്റലിനെ ഗോൾഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആൽക്കമി എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞ, മൂല്യമില്ലാത്ത ഒന്നിനെ മൂല്യമുള്ളതാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സ്പിരിച്വൽ ആൽക്കമി? അഥവാ അല്ലെങ്കിൽ നമുക്കതിനെ ഇമോഷണൽ ആൽക്കമി, സ്പിരിച്വൽ ആൽക്കമി എന്നൊക്കെ പറയാം. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ആർക്കെങ്കിലും പറയാവോ? എന്തായിരിക്കും സ്പിരിച്വൽ ആൽക്കമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറയാവോ? നമ്മുടെ നമ്മുടെ സോളിനെ പറഞ്ഞോ 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 പറഞ്ഞോളൂ. നമ്മുടെ ഞാൻ പറയാം, നമ്മുടെ സോളിനെ നല്ല പ്യൂർ ആക്കി എടുക്കുന്ന ഒരു പ്രക്രിയ. യെസ്, അങ്ങനെ പറയാം അല്ലെ. ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിന് മറ്റൊരു വാക്ക് പറയാം, ഇന്നർ ആൽക്കമി എന്ന് പറയാം അല്ലെ. നമ്മുടെ കറണ്ട് വേർഷനിൽ നിന്നും ഒരു ഹയർ വേർഷനിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാം. ഇപ്പോ അൺവാല്യൂഡ് ആയിട്ടുള്ള ഇമോഷൻസ്, പെയിൻ, അതുപോലെ സ്ട്രഗിൾസ്, അതിനെയൊക്കെ നമ്മുടെ ലൈഫിന്റെ തന്നെ പില്ലേഴ്സ് ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്. എന്താണ്? അൺവാല്യൂഡ് ആയിട്ടുള്ള ഇമോഷൻസ്, പെയിൻ, സ്ട്രഗിൾ, ഇതിനെയൊക്കെ പവർ, സ്ട്രെങ്ത്, കറേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്. അങ്ങനെയെങ്കിൽ ദ പേഴ്സൺ ഹു ക്യാരി ദിസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ദിസ് ആർട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ആരാണോ നേതൃത്വം നൽകുന്നത്, ആ വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? ആൽക്കമിസ്റ്റ് എന്ന് വിളിക്കാം അല്ലെ. അതായത് ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്നർ ആൽക്കമിസ്റ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. ആൻഡ് ദ ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദിസ് എന്താണ്? ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെൻ യു ഡിസൈഡഡ് ടു ചേഞ്ച് യുവർ ഓർ റീറൈറ്റ് യുവർ ലൈഫ് സ്റ്റോറി, നിങ്ങളുടെ ജീവിത കഥയെ മാറ്റി എഴുതുന്ന പ്രക്രിയയിൽ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിറങ്ങുകയാണെങ്കിൽ യു ഓൾസോ ബിക്കം എ ആൽക്കമിസ്റ്റ് ആൻഡ് ബി ദ ആൽക്കമിസ്റ്റ് ഓഫ് യുവർ ഓൺ സ്റ്റോറി. എന്താണ്?
നമുക്കും നമ്മുടെ കഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഒരു റിയൽ ആൽക്കമിസ്റ്റ് ആയിട്ട് നമ്മളെ തന്നെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ആ പറഞ്ഞതിന് അർത്ഥം. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്കിത് പ്രാക്ടിക്കലി ചെയ്യാം? റെഡി അല്ലേ? എന്താണ് സ്പിരിച്വൽ ആൽക്കമിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോർ ദാറ്റ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം, ഹൂ ആർ യു ആക്ച്വലി? നമ്മൾ എന്ന് പറയുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്താണ് റിയലി? ഹൂ ആർ യു ആക്ച്വലി ആൻഡ് വൈ യു ആർ ഹിയർ? എന്തിന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു? ആൻഡ് വാട്ട് യു റിയലി വോണ്ട്? നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിന് ഇവിടെ ഈ പ്ലാനറ്റിൽ ആയിരിക്കുന്നു? എന്റെ വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ചെറുതായിട്ട് ഇടയ്ക്ക്. അപ്പോ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിന് ഇവിടെ ആയിരിക്കുന്നു? ഈ പ്ലാനറ്റിൽ ആയിരിക്കുന്നു? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് വേണം? ഓരോന്നായി നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മൾ ആരാണ്? ആൻഡ് വി ഓൾ ആർ സ്പിരിച്വൽ ബീയിങ്സ് കമ്മിങ് ടു എർത്ത് ടു എക്സ്പീരിയൻസ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാനും പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന സ്പിരിച്വൽ സോൾ ആയിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി ആർ നോട്ട് ദ ബോഡി, വി ആർ എസൻസ് ലിവിങ് ഇൻസൈഡ് ദിസ് ബോഡി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ എന്തല്ല? ഈ ശരീരമല്ല, ശരീരത്തിനപ്പുറത്ത് ഇതിനുള്ളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന, ടെമ്പററി ആയി താമസിക്കുന്ന ഒരു എസൻസ്, അതാണ് നമ്മൾ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. വി കോൾ ദം ആസ് എനർജി അല്ലെ. അപ്പോ ഹ്യൂമൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഹ്യൂമൻ ബോഡി യൂസ് ചെയ്യുന്ന ഒരു എസൻസ്. അങ്ങനെയെങ്കിൽ ഈ എസൻസിന്റെ യഥാർത്ഥ അർത്ഥവും അതിന്റെ റിയൽ പൊട്ടൻഷ്യലും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ we also have the chance to rewrite our story. നമ്മൾ എന്താണ്, നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾക്കും എന്ത് ചെയ്യാം? നമ്മുടെ കഥയിൽ പുതിയൊരു അധ്യായത്തിന് നേതൃത്വം നൽകാം എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതുവരെ എന്ത് ചെയ്തു? ഇമോഷൻസ് എന്നെ ഭരിച്ചു. ഇനി എൻ്റെ ലൈഫിനെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് എന്ത് ചെയ്യാം? നിയന്ത്രിക്കാം. ഇതുവരെ എന്നെ ആര് നിയന്ത്രിച്ചു? എൻ്റെ സബ് കോൺഷ്യസ് ബിലീഫ്സ് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് എന്നെ നിയന്ത്രിച്ചു. ഇനി ഇത് എൻ്റെ ലൈഫാണ്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആര് നിയന്ത്രിക്കും? ഞാൻ നിയന്ത്രിക്കും. സോ എന്താണ് ആ ഒരു എസൻസിന്റെ ട്രൂ പൊട്ടൻഷ്യൽ? വിധി എന്ന വാക്കിനപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ വിധി എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൂമെന്റ്. എന്താണ്? എൻ്റെ വിധി എൻ്റെ തീരുമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു മൂമെന്റ്. റിയൽ ആൽക്കമി സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു മൂമെന്റ്. നമ്മൾ ഈ ഒരു കാര്യം തിരിച്ചറിയുന്ന ആ നിമിഷമാണ്. പക്ഷേ പല പല ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പല പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ഇത് എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നതും പറയാനൊക്കെ നല്ല രസമാണല്ലേ. ബട്ട് ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ്. നമ്മളെ ഷിഫ്റ്റ് ചെയ്യുക, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഹയർ സെൽഫിലേക്ക് എത്തിക്കുക. ഇസ് ഇറ്റ് റിയലി പോസിബിൾ? ഒരുപാട് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സുകൾ കേട്ടു, ഒരുപാട് ടെക്നിക്കുകൾ പ്രയോഗിച്ചു, ബട്ട് സ്റ്റിൽ ഒരു മാറ്റവും ഇല്ല. ജീവിതം പഴയ പോലെയാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഒന്ന് തീരുമ്പോൾ അടുത്തത് മാലപ്പടക്കം പോലെ വരികയാണ്. ആരോഗ്യ മേഖലയിൽ പ്രശ്നം, സാമ്പത്തികമായിട്ട് തൊഴിൽ മേഖലയിലും പ്രശ്നം, ബന്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് ബന്ധനങ്ങളായിപ്പോയോ എന്നുള്ള സംശയം. അതുപോലെ എല്ലാ മേഖലകളിലേക്ക് നോക്കുമ്പോഴും ഈ പ്രശ്നമാണ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വരുന്നത്. എന്തൊക്കെ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ശരീരത്തിനും മനസ്സിനും സദാ ഒരു ഭാരം അനുഭവപ്പെടുക, വേദനകള്, തളർച്ച, ഉന്മേഷക്കുറവ്, കണ്ടിന്യൂ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, കൺസിസ്റ്റൻസി കിട്ടുന്നില്ല,
ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അല്ലെ? എന്നിങ്ങനെ എന്താണ് പ്രശ്നങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് അല്ലെ? ലിസ്റ്റ് ഉണ്ടോ അങ്ങനെ കയ്യില്? ലിസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇല്ല. അടിപൊളി. വേറെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ലിസ്റ്റ്? ഇല്ല മാം. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇല്ല. വി അടിപൊളി. ഓൾറെഡി ശരിക്കും അത് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാ പ്രോബ്ലംസും അല്ലെ, ഉള്ളതൊക്കെ പ്രോബ്ലംസ് ആയിട്ട് ഫീൽ ചെയ്തൊക്കെ. അപ്പോ അങ്ങനെ ലിസ്റ്റ് ഉള്ളവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? പിക്ക് ചെയ്തെടുക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ ഓക്കെ ആണ്, ഓക്കെ ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി പിക്ക് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം അല്ലെ? എന്താണ് ഇങ്ങനെ? ഈ ചോദ്യം ഒരുപക്ഷെ മുന്നേ നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും വേദനകൾ സഹിക്കാന് ഞാൻ എന്ത് തെറ്റാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് ദൈവത്തിനോട് ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിവൈനോട് പരാതി പറയാറുണ്ടോ? എന്താ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സങ്കടം, എപ്പോഴും വേദനകളാണ് അല്ലെ? എന്നാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഈ രീതിയിൽ സങ്കടവും പരാതിയും പരിഭവങ്ങളും എല്ലാം തന്റെ ജീവിതത്തെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞുതരാം. റെഡിയാണോ? യെസ്. Yes, ma'am. തന്റെ മാതാപിതാക്കൾക്ക് 11 വർഷത്തെ അല്ലെങ്കിൽ 11 വർഷത്തെ കാത്തിരിപ്പിന് അല്ലെങ്കിൽ ഒരു അത്രയും നീണ്ട ഇടവേളക്ക് ശേഷം കിട്ടിയ ഒരു കൺമണി. മാതാപിതാക്കൾക്ക് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷങ്ങളിലെല്ലാം വളരെയധികം ഈസി ആയി അല്ലെങ്കിൽ ഏറ്റവും പാമ്പറിങ് ആയിട്ട് വളർന്നു വന്നു. എന്നാ സ്വാഭാവികമായിട്ടും ഏജിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ പിതാവിന് എന്തുണ്ടായിരുന്നു? എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരിച്ച തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വീട്ടില് അവളും അച്ഛനും അമ്മയും അച്ഛന്റെ സഹോദരികളും ചേർന്നിട്ടുള്ള ഒരു കുടുംബം. അതില് അച്ഛന്റെ സഹോദരിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ പറയാറുണ്ട് നാർസിസിസ്റ്റ് എന്നൊക്കെ, അതുപോലെ ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ അവസ്ഥ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. ബഹളവും വഴക്കും മടിയും, അത്തരത്തിലുള്ള ഒരു ബാല്യം. ബാല്യത്തിന്റെ യഥാർത്ഥ നിറമെല്ലാം ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളൊന്നും ഇല്ലാതെ വളർന്നത് കൊണ്ട് തന്നെ അധിക സമയം തനിച്ച് തന്നെയായിരുന്നു. പിന്നീട് ആകെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവളുടെ സുഹൃത്തുക്കൾ, കളിക്കൂട്ടുകാരുടെ കൂടെ ഒന്നിച്ച് കളിക്കുന്ന നിമിഷങ്ങളായിരുന്നു. അതിലപ്പുറം കൂടുതലായ ഓർമ്മകള് അല്ലെങ്കിൽ ബാല്യത്തിന്റെ സന്തോഷങ്ങള് ഇതൊന്നും ഓർത്തു പറയാനായിട്ട് ഇല്ലാതിരുന്ന ഒരു കുട്ടി. എന്നാ ആ കുഞ്ഞു മനസ്സിനെ വളരെ കാലത്തേക്ക് ഇരുട്ടിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം നടക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 5, 6, 7 ആ ഒരു വയസ്സിനുള്ളിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു അബ്യൂസ് നേരിടേണ്ടി വരികയാണ്. അത് ചെറുതാണെങ്കിൽ പോലും ആ കുഞ്ഞു മനസ്സിന് അത് ഉണ്ടാക്കിയ മുറിവ് അത് വലുതായിരുന്നു. അങ്ങനെ അവൾ വളരുകയാണ്. വീട്ടിലെ സംഘർഷങ്ങളും മനസ്സിലേറ്റ ആ മുറിവും കൊണ്ട് അവൾ വളരുന്നതിനൊപ്പം ആ മുറിവുകളും വേദനകളും വളർന്നു. അങ്ങനെ ഇരിക്കെ അവൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏജില് അവൾക്ക് 15 വയസ്സോടുകൂടി അച്ഛൻ നഷ്ടപ്പെടുന്നു. അമ്മയും അവളും വീട്ടില് ഈ സഹോദരിമാരെ കൂടി ആകുന്നു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദൈനംദിനം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നാ മനസ്സ് തളർന്നു പോകാതെ അമ്മ എടുത്ത ആ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് അവൾ എന്ത് ചെയ്യാണ്? പതുക്കെ സർവൈവ് ചെയ്യുന്നു, പഠനം തുടരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ ഒരു താതനില്ലാത്ത കുടുംബം, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു ഫാമിലിക്ക് ഒരു അമ്മയും മകളും മാത്രമായി പോകുമ്പോൾ സംഭവിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും
സമൂഹവും അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് അതിനെ കുറച്ചും കൂടി ആക്കം കൂട്ടുന്ന രീതിയിൽ അവളുടെ ലൈഫിൽ മറ്റൊരു സംഭവം നടക്കുന്നത്. അവള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പരിചയമുള്ള ഒരു പയ്യനിൽ നിന്നും അവൾക്കൊരു ഓഫർ കിട്ടുകയാണ്. പക്ഷേ ഓഫർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ പയ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവനൊരു സാധാരണ പയ്യനായിരുന്നില്ല. കംപ്ലീറ്റ്ലി എഡിക്റ്റഡ് ടു ഡ്രഗ്. അങ്ങനെയെങ്കിൽ അവൻ എന്ത് ഓഫർ ആയിരിക്കും ആ കുട്ടിക്ക് കൊടുത്തിരിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷേ മറ്റൊരാളടുത്ത് സഹായത്തിന് ചോദിക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഉള്ള ധൈര്യമോ അതിനുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവോ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയമായിരുന്നു. ആ ഭയത്തിനൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും അവള് വാല്യുബിൾ ആയിട്ട് കണ്ടിരുന്ന അവളുടെ സ്വന്തം അമ്മയെ വെച്ചിട്ടായിരുന്നു ഈ ബ്ലാക്ക് മെയിലിംഗ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെ മുന്നിലേക്ക് കയറും എന്നത് അവൾക്ക് ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഒന്നുകിൽ അവന് മുന്നിൽ സറണ്ടർ ചെയ്യുക, അതല്ലെങ്കിൽ അവളെ തന്നെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, അവിടെ ഫിനിഷ് ചെയ്യുക. ഇതല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും മനസ്സിൽ എവിടെയോ ഒരു പ്രതീക്ഷ, അല്ലെ? അങ്ങനെ അവൾ അവളുടെ ഒരു സുഹൃത്തിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ആ സുഹൃത്ത് വഴി 2-3 ദിവസം 2-3 തവണയായിട്ട് അവള് വീട്ടിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ അതില് അവൻ നിർത്താൻ റെഡിയായിരുന്നില്ല. വീണ്ടും വീണ്ടും ആ പ്രശ്നം തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്ന അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? പെട്ടെന്ന് മാരേജിലേക്ക് തിരിയേണ്ടതായിട്ട് വന്നു. ഒരേ ഒരു സൊല്യൂഷൻ, കല്യാണം. അതോടുകൂടി രക്ഷപ്പെട്ടു എന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നായിരുന്നത്. പക്ഷെ അവിടെയും പരീക്ഷണങ്ങൾ തീർന്നില്ല. അവളുടെ ജോലി നഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ പ്രഗ്നന്റ് ആയി. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രഗ്നൻസി സമയം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ അവൾക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇതുവരെ അവള് കൂടെ കൊണ്ട് നടന്നിരുന്ന എല്ലാ മുറിവുകളും എല്ലാ ഇരുട്ടിന്റെ ഭയങ്ങളും അവളെ ഒന്നിച്ച് അവിടെ വേട്ടയാടാൻ തുടങ്ങി. പതുക്കെ മാനസിക രോഗ വിദഗ്ധരൊക്കെ അതിനെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് വിധി എഴുതി. എന്തായിരിക്കും പിന്നീട് അങ്ങോട്ട് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. അതിനുശേഷം ഇന്ന് അവൾ ഹാപ്പി ആയിട്ടാണോ, എനർജറ്റിക് ആയിട്ടാണോ, സുഖമായിരിക്കുന്നോ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? മാം തന്നെയല്ലേ ഇത്? സെഫി മാം ആഗ്രഹമുണ്ടോ? യെസ് യെസ് മാം. ഉറപ്പായിട്ടുണ്ട്. അറിയാം. അവളിപ്പോ ആണോ എന്ന് പറഞ്ഞോ. എങ്ങനെ? അവളിപ്പോ ഹാപ്പി ആണോ? അതെ, അതെ. ഹാപ്പിയാണ് മാം. ഹാപ്പിയാണ്. And how she turned her life into this mode. എങ്ങനെ ആ ലൈഫിനെ ഇവിടത്തേക്ക് കൺവേർട്ട് ചെയ്തു. സോ ലെറ്റ്സ് ബ്രേക്ക്, അല്ലെ? ആ ഒരു സീക്രട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെ? അപ്പോ ഇനീഷ്യലി അവൾ എന്താണ് തിരിച്ചറിഞ്ഞത്? ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹർ ട്രാൻസ്ഫോർമേഷൻ. ആദ്യം തിരിച്ചറിഞ്ഞ കാര്യം അവളുടെ കയ്യില് ഒന്നുമില്ല എന്നുള്ളതാണ്. ആരോഗ്യമില്ല, സമ്പത്തില്ല, തൊഴിലില്ല, സപ്പോർട്ടീവായിട്ട് ആരും ആ ഒരു നിമിഷത്തില് ഇല്ല എന്നുള്ള തിരിച്ചറിവ്. ആരും ഇത് എവിടെ പറയണം, എന്ത് പറയണം ഒന്നും അറിയാതെ എല്ലാം തനിച്ച് നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ജീവിതം അത്രയും ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയില്ലേ, ദാറ്റ് ഈസ് ദ ടേണിംഗ് പോയിന്റ്. അപ്പോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഒന്നിനെ പേടിക്കാനൊന്നുമില്ല, അല്ലെ? പിന്നെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം. അതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. സുഖമായി ഒന്ന് ഉറങ്ങണം. അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യും, അല്ലെ? BP കൂടുന്നു, ഹൈപ്പർ ടെൻഷൻ വരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. എല്ലാം വന്നതിന് പിന്നിൽ ഈ ഉറക്കക്കുറവും കൂടി വലിയൊരു പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യത്തെ ആഗ്രഹം എന്താണ്? സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുക. അപ്പോ
ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് മെഡിസിൻ കഴിച്ചു, പല പല ഡോക്ടേഴ്സിനെ കാണിച്ചു, മെഡിറ്റേഷന് വേണ്ടി പല ആളുകളെ സമീപിച്ചു. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും യൂസ് ചെയ്യപ്പെടുന്നത് പോലെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. മെഡിറ്റേഷന് പോയപ്പോഴും മെഡിറ്റേഷൻസ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നല്ലാതെ ഒരു റിസൾട്ടും കിട്ടിയില്ല. ആൻഡ് ദെൻ ഷീ കൃത്യമായി ആ എത്തേണ്ട സ്ഥലത്ത് എത്തി എന്നുള്ളതാണ്. ആൻഡ് അവിടെ നിന്ന് അവൾ എന്ത് ചെയ്തു, എന്താണ് ആ കാര്യങ്ങളിലേക്ക് അവളെ കൊണ്ടെത്തിച്ചത്, അതാണ് ഇന്നിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് വാട്ട് ഐ ഡു ടു പിക്ക് മൈ ലൈഫ് ബാക്ക്. ആൻഡ് സ്റ്റിൽ ഐ ആം വർക്കിംഗ് ടു ബിക്കം എ ആൽക്കമിസ്റ്റ് ലൈക്ക് യു ഗൈസ് വാണ്ട്. ആൻഡ് ദ ഫസ്റ്റ് തിങ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം ദ റിയൽ ആൽക്കമിസ്റ്റ് 7 ലെയർ സിസ്റ്റം എന്ന് പറയാം. എന്താണ് റിയൽ ആൽക്കമിസ്റ്റ് 7 ലെയർ സിസ്റ്റം? പെട്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ, ദ മെയിൻ തിങ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഹാക്ക് യുവർ ബയോ സിസ്റ്റം ആൻഡ് എനർജി സിസ്റ്റം. ദിസ് ഇസ് ദ സീക്രറ്റ്. ഹാക്ക് യുവർ ബയോ സിസ്റ്റം ആൻഡ് എനർജി സിസ്റ്റം. വിധി എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ്. ഞാൻ എന്താണോ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എൻ്റെ കാര്യങ്ങൾ എന്നുള്ള തിരിച്ചറിവ്. ആൻഡ് ഹാക്ക് യുവർ ബയോ സിസ്റ്റം. അതിനെ മറ്റൊരാൾക്ക്, ഒരു ഇന്റേണൽ ഫോഴ്സിന് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഏതൊക്കെയോ അനുഭവങ്ങളിൽ നിന്ന് കടന്നു വന്ന ആ ഒരു ഇമോഷൻസിന് നമ്മുടെ എൻറ്റയർ ലൈഫ് കൺട്രോൾ അത് കൊടുക്കുന്നതിന് പകരം ഹാക്ക് യുവർ സിസ്റ്റം. The first thing you want to do that, biohack or hack your body. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ കൺട്രോളിലാക്കുക. That the first step. ഇത് ചെയ്യാൻ വേണ്ടി കൂടുതൽ ചിന്തകളുടെയോ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയാ പ്ലാനിങ്ങിന്റെയോ ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി ഈസി. എന്താണ് ബോഡിയെ അണ്ടർ കൺട്രോളിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? നോട്ട് ചെയ്യുക. FWBRE. FWBRE. F for food. Focus on more cellular nutrition. Focus on more in micronutrients. പോഷകങ്ങളെ കൃത്യമായി ശരീരത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക. നിങ്ങൾക്ക് സ്വയമേ അത് പറ്റിയില്ലേ? Take a advice. Second one, W, water. Keep your body always hydrated and maintain proper electrolytes. ഒന്നും കൂടി ആ സെന്റൻസ് പറയാ. Keep your body always hydrated, maintain proper electrolytes. And B, practice proper breathing technique. ആദ്യമായി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് നിയന്ത്രിച്ചു പഠിക്കാനായിട്ട് സാധിക്കുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ ശ്വാസമാണ്. ബിഫോർ കൺട്രോളിങ് ഫുഡ്, അല്ലെ? ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ശ്വാസമാണ്. ആൻഡ് പ്രാക്ടീസ് breathing techniques. And next, R, rest, proper rest. E for exercise, physical movement, compulsory. At least move your body from your head to toes. At least move. Heavy intensity workout ഒന്നും അല്ല പറയുന്നത്. Just move your body at least. ഒന്നുകൂടി പറയാ. FWBRE. കിട്ടിയോ? ഓക്കെ ആണോ? Yes, ma'am. Yes. Next point, second layer, mind hacking. Reshape your belief system. മനസ്സിനെ ഹാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താ? Reshape your belief system. അതിന് you can use chakra based meditations, understand the emotions,
block in your area or in your body? ശരീരത്തിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെ ഇമോഷൻസ് ആണ് ബ്ലോക്ക് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ആ ഇമോഷൻസിനെ റീഅലൈൻ ചെയ്യേണ്ടത് എന്ന് പഠിക്കുക. ആൻഡ് ഹാക്ക് യുവർ മൈൻഡ്. ദാറ്റ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് വൺ, പ്രിവെന്റ് എനർജി ലീക്കിംഗ്. എന്താണ് പ്രിവെന്റ് എനർജി ലീക്കിംഗ്? ഓൾറെഡി നമ്മളൊരു ലോ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ദർ ഈസ് ഹൈ ചാൻസ് ഓഫ് ലീക്കിംഗ് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. ഫോർ ദാറ്റ് എന്താ ചെയ്യാൻ പറ്റുക? സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ഡീടോക്സ് യുവർ ഇമോഷണൽ ബാഗേജസ്. ക്രിയേറ്റ്, നമ്മുടെ മെഡിറ്റേഷന്റെ ഭാഷയിൽ പറയും, ക്രിയേറ്റ് എ സ്ട്രോങ് ഓറ. സെറ്റ് ഹെൽത്തി ബൗണ്ടറി, ഡീടോക്സ് ഇമോഷണൽ ബാഗേജസ്, create strong aura. And next one, energy alignment. Take initiative to align your energy. Firstly, physical energyക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി ചെയ്യുക. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം. മറ്റുള്ളവരെ നമ്മളെ കൺസിഡർ ചെയ്യാം, മനസ്സിലാക്കാം, മനസ്സിലാക്കാതിരിക്കാം, അത് മാറ്റർ ഇല്ല. ഇവിടെ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കണം. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ഈ ലോകത്ത് മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് അവരെ നമ്മളെ മനസ്സിലാക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. എപ്പോഴാണോ നമ്മൾ ഈ എക്സ്പെക്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, അവിടെ മുതൽ നമ്മുടെ ലൈഫിൻ്റെ സ്റ്റോറിയേ മാറും. സോ സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ യു. അപ്പോൾ എനർജി അലൈൻമെൻറ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് എന്തെങ്കിലും ട്രോമാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ടു ഹീൽ ഇറ്റ് ത്രൂ ഇന്നർ ചൈൽഡ് ഓർ സൈക്കോളജി പരമായിട്ടുള്ള ട്രോമ ഹീലിംഗ് മെക്കാനിസവും മെത്തേഡ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് അവൈലബിൾ ആണ്. ഫൈൻഡ് ദ റിയൽ വൺ. ആൻഡ് ദ സിക്സ്ത് ലെയർ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ. ക്വാണ്ടം റിയാലിറ്റി ക്രിയേഷൻ. ക്വാണ്ടം റിയാലിറ്റി ക്രിയേഷൻ. യുവർ ഇന്നർ വേൾഡ് ക്രിയേറ്റ് ദ ഔട്ടർ റിയാലിറ്റി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയ്ക്കനുസരിച്ചാണ്, നമ്മുടെ തോട്ട്സിനനുസരിച്ചാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്, ആ ഫീലിംഗ് ആണ് എന്ത് നമുക്ക് റിയാലിറ്റി ആയിട്ട് കൺവേർട്ടഡ് ആകുന്നത്. പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, പല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, ഇതൊക്കെ വെറും സ്കാം ആണ്, ഇതൊന്നും നടക്കുന്നില്ല. ആൻഡ് ദ തിങ് ഈസ്, നിങ്ങൾ പറയുന്ന വാക്കുകളിലോ നിങ്ങളുടെ പ്രവൃത്തികളിലോ മാത്രമല്ല മാനിഫെസ്റ്റേഷൻ ഇരിക്കുന്നത്. ഇറ്റ്സ് റിയലി ഹാപ്പനിങ് വെൻ യു ഫീൽ ഇറ്റ്. നിങ്ങൾക്ക് എപ്പോഴാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് റിയൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക. സോ യുവർ ഇന്നർ വേൾഡ് ക്രിയേറ്റ് ദ ഔട്ടർ റിയാലിറ്റി. ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഈ ഒരു വേർഡ്, പാരലൽ ടൈം ജമ്പിങ് എന്ന് പറയും. കേട്ടോ? റിപ്പീറ്റ് ചെയ്യണോ? പാരലൽ ടൈം ജമ്പിങ്. എനി ഐഡിയ? ആ വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ലാസ്റ്റ് വേർഡ് എന്ന് പറയാമോ? പാരലൽ ടൈം ജമ്പിങ്. ജമ്പിങ്. ഓക്കെ. ആ ഒരു വാക്ക് കേട്ടിട്ട് എനി ഐഡിയ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. കൺസിഡർ യുവർ സെൽഫ് ആസ് എ ചൈൽഡ്, അഡൾട്ട്, മെച്യൂർഡ് അറ്റ് സെയിം ടൈം. ഒരേ സമയം നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു കുഞ്ഞായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം, ഒരു അഡൾട്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ നിങ്ങളെ കണ്ടീഷനിൽ എങ്ങനെ ഇരിക്കുന്നു? മെച്യൂർഡ് ആയിട്ടുള്ള ഒരു അഡൾട്ടാണോ?
എന്നുള്ള ഇതാണെങ്കിൽ ആ ഒരു രീതിയിലും ഒരേ സമയം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്, അഡൾട്ടിൽ ഞാൻ ഇന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ, എന്താണ് ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്തതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ക്ലാസ് ബിഗിൻ ചെയ്യുമ്പോൾ പറഞ്ഞു, വി ആർ കമ്മിങ് ടു ഹിയർ ടു എക്സ്പീരിയൻസ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതം അറിയാനും പഠിക്കാനും അതിൽ നിന്ന് അറിവുകൾ കളക്ട് ചെയ്യാനും വന്നിരിക്കുന്ന സ്പിരിച്വൽ സോളാണ് നമ്മളെങ്കിൽ ഇവിടെ നമ്മൾ പല ഫേസസിൽ ആയിരുന്നു. വൺസ് നമ്മളൊരു ചൈൽഡ് ആയിരുന്നു, ദെൻ വി ടേൺ അവർ സെൽഫ് ആസ് എ അഡൾട്ട്, ആൻഡ് നൗ നമ്മൾ എവിടെ ഇരിക്കുന്നു? ആസ് എ മെച്യൂർഡ് അഡൾട്ട്. അങ്ങനെയെങ്കിൽ വി ഓൾറെഡി റിട്ടേൺ 2 ചാപ്റ്റേഴ്സ്, ആൻഡ് ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് വി ഫേസ് മെനി എക്സ്പീരിയൻസ്, ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നു. നമ്മുടെ സോൾ കോളിംഗ് എന്താണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആർജിക്കാനിരുന്നത് അത് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വഴി നേടിയെടുത്തു എന്നുള്ളതാണ്. ഇഫ് യു വോണ്ട് ടു ബിക്കം എ സ്ട്രോങ് മെച്യൂർഡ് അഡൾട്ട്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നിരിക്കാം? കൊടുങ്കാറ്റും സുനാമി ആയിരുന്നിരിക്കാം അല്ലെ? അങ്ങനെയല്ലേ? നമ്മൾ സ്ട്രോങ് ആണോ എന്ന് എങ്ങനെയാ അറിയാം? ഒരു കാറ്റടിക്കണം അല്ലേ? അടിക്കണ്ടേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ അഡൾട്ട് എങ്ങനെയായിരുന്നിരിക്കണം? ഒബ്വിയസ്ലി നല്ല ടാസ്ക് ആയിരിക്കണം. നമ്മൾ ലവിനാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സ്നേഹമാണ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചതെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നിരിക്കണം? ഒന്ന് പറഞ്ഞേ. നമ്മൾ ഏറ്റവും കൂടി സ്നേഹം എന്നുള്ള കാര്യമാണ് ഈ മെച്യൂർഡ് അഡൾട്ട് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെ ആയിരുന്നിരിക്കും? പറയാവോ? സ്നേഹം കിട്ടാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നിരിക്കും അല്ലേ മാം? യെസ്, കറക്റ്റ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെയാണ് നമ്മൾ പറയുന്നത് പാരലൽ ടൈം ജമ്പിങ്. അതായത് ഒരേ സമയം നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ എത്തിക്കാൻ വേണ്ടി ഞാൻ 2 ഫേസിൽ ഓൾറെഡി ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഐ കളക്ട് മെനി ഇൻഫോർമേഷൻസ്, വിസ്ഡം ഫ്രം ദർ. ആസ് എ ചൈൽഡ് ഐ കളക്ട് മെനി നോളേജ് ഫ്രം മൈ എക്സ്പീരിയൻസ് ആസ് എ ചൈൽഡ് അല്ലെ? കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യം ഒരു ഹ്യൂമൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണോ അത് പല രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, സാഡ് ആൻഡ് ബാഡ്, ടഫ് ആൻഡ് ഈസി, പല പല രീതിയിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ഐ ഗെയിൻ മെനി എക്സ്പീരിയൻസ് ഓർ എവറി പല ഇമോഷൻസിനെ പറ്റി പഠിച്ചു അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അവിടെ മിസ്സായി, അതിൽ നിന്ന് കുറെ ലേൺ ചെയ്തു. ആൻഡ് ആക്ച്വലി എന്തായിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് തന്നത്? ഇറ്റ്സ് എക്സ്പീരിയൻസ് അല്ലേ? ആൻഡ് അതിനുശേഷം അഡൾട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? വി ഗോ ത്രൂ അവർ ലൈഫ് ആസ് എ അഡൾട്ട് ഫോർ കളക്ടിങ് മോർ ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ്. കുട്ടിയിൽ നിന്നും മാറി നമ്മൾ പല കാര്യങ്ങളും പുതുതായി പഠിക്കാൻ തുടങ്ങി അല്ലേ? അട്രാക്ഷൻ, അഫെക്ഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഏത് ഏജിലാ? അഡൾട്ട്. പുതിയ പുതിയ ഇമോഷൻസ്, പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. ആൻഡ് അവിടെ നിന്നും നമ്മൾ ഒരുപാട് അറിവുകൾ, തിരിച്ചറിവുകളൊക്കെ കളക്ട് ചെയ്തു. ആൻഡ് നൗ വി ആർ എൻറ്ററിങ് ടു അവർ മെച്യൂർഡ് സ്റ്റേജ്. ഇപ്പോ നിങ്ങൾ ഈ ഒരു വാക്ക് കേൾക്കുന്നെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു റീറൈറ്റ് യുവർ സ്റ്റോറി. എപ്പോഴാണോ ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് അതുവരെ ലൈഫ് നമുക്ക് ടാസ്കുകൾ നന്നായിട്ട് തന്നുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ, യൂണിവേഴ്സ് ഡസൻ നീഡ് വിക്ടിംസ്. എന്താണ്? യൂണിവേഴ്സ് ഡസൻ നീഡ് വിക്ടിംസ്. നമുക്ക് പലപ്പോഴും സംശയം വരുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടായിരിക്കും സാഡ് ആയിട്ടുള്ള പീപ്പിൾസ് എപ്പോഴും വീണ്ടും വീണ്ടും ഹേർട്ടഡ് ആവുന്നത്? ബിക്കോസ് യൂണിവേഴ്സ് ഡസൻ നീഡ് വിക്ടിംസ് ആൻഡ് ഇറ്റ് നെവർ ഹേർട്ട് ദ വേർഡ്സ് ഓഫ് വിക്ടിംസ് എന്നാണ് പറയുന്നത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചറിവ്. ഞാൻ ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇതാരും കേൾക്കാൻ പോകുന്നില്ല. എൻ്റെ വാക്കുകൾ കേൾക്കണമെങ്കിൽ ഞാനും ആ ഒരു
യൂണിവേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം അല്ലെ? ആ നടക്കണമെങ്കിൽ ഞാൻ എന്തായാലും ആ ലെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതേസമയം കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കേൾക്കില്ല, ആരും കേൾക്കില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് നമ്മൾ അത് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കംപ്ലീറ്റ്ലി സീറോ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സങ്കടം എന്തിനു തന്നു എന്ന് ചോദിച്ചാൽ സന്തോഷം എന്താണ് എന്ന് അനുഭവിക്കാനായിട്ട് അറിയണമെങ്കിൽ സങ്കടം തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാണ്. അപ്പോഴാണല്ലേ സന്തോഷത്തിന്റെ മാധുര്യം എന്താണെന്ന് അറിയാം. അതുപോലെ സ്നേഹം എന്താണ് എന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതാണ് പഠിക്കാൻ ഞാൻ എൻ്റെ സോൾ ആഗ്രഹിച്ചതെങ്കിൽ, ഡെഫിനറ്റ്ലി റിജക്ഷൻ എന്താണ് എന്ന് ഞാൻ അറിയണം. അപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുള്ളൂ. അതുപോലെ അബണ്ടൻസ് എന്താണ് എന്ന്, സമൃദ്ധി എന്താണ് എന്ന് എനിക്ക് അറിയണമെങ്കിൽ സ്കേഴ്സിറ്റി, ക്ഷാമം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയണം. അതുപോലെ സ്ട്രെങ്ത് വേണോ, നമ്മൾ സ്ട്രഗിൾസ് അനുഭവിച്ചിരിക്കണം. അതുപോലെ പ്രകാശം എന്താണ് എന്ന് അറിയണമെങ്കിൽ ഇരുട്ട് എന്താണ് എന്ന് അനുഭവിച്ചവർക്കേ പ്രകാശത്തിന്റെ വാല്യൂ അറിയൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സ്ട്രോക്ക് വരുന്ന സമയത്ത് 2 തവണ എൻ്റെ കണ്ണിൽ കംപ്ലീറ്റ് ഡാർക്ക് ആവുക എന്ന് പറയില്ലേ, ദേഷ്യം വരുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് കംപ്ലീറ്റ്ലി ഡാർക്ക് ആവുക. ഏറ്റവും ഭയപ്പെട്ട ഒരു സമയമാണത്. ഇത്രയും കാലം നിറമുള്ള ഈ ലോകം കണ്ടിട്ട് ആ ഒരു കുറച്ച് നിമിഷങ്ങൾ, മിനിറ്റുകൾ മാത്രം, ആ സമയത്ത് പോലും ആ ഇരുട്ട് വന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പൊ ഇരുട്ട് എന്താണ് എന്നുള്ളത് ലൈഫിൽ അറിഞ്ഞു കഴിഞ്ഞാലാണ് വെളിച്ചത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം നന്നായിട്ട് ഇങ്ങോട്ട് എത്തി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നു എന്ന് പരിഭവം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, യു ആർ ചൂസൺ വൺ. മറ്റുള്ള ആളുകളെ പോലെ കമ്പയർ ചെയ്യേണ്ട, യു ആർ എ ചൂസൺ വൺ. ആർക്കാണോ ബാറ്റിലിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത് അവരെ സേനാധിപതിയാക്കാറുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്ട്രഗിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാക്കി മാറ്റാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾസ് കടന്നു വന്നിട്ടുള്ളത്. തിരിച്ചറിയാൻ വേണ്ടി, തിരിച്ചറിയുന്നത് വരെ ടാസ്കുകൾ തന്നുകൊണ്ടേയിരിക്കും. തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ടാസ്കുകൾ എടുക്കാം. ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. നിങ്ങൾക്ക് എന്തു വേണം എന്നുള്ളത് നിങ്ങൾക്ക് 2 പേർക്കും, യൂണിവേഴ്സിനും നിങ്ങൾക്കും കൂടി ചേർന്ന് തീരുമാനം എടുക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട് യുവർ ജേർണി ആസ് എ ആൽക്കമിസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. എന്താണ് വേണ്ടത്? ഫസ്റ്റ്ലി ഹാക്ക് യുവർ ബയോസിസ്റ്റം. റെഡി അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രഗിൾസിന്റെ സ്റ്റോറീസ് നമ്മൾ വിൻ ചെയ്യുന്നത് വരെ ആരും കേൾക്കില്ല. നമ്മൾ എത്ര തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആരും കേൾക്കാൻ തയ്യാറാകില്ല. അണ്ടിൽ യു വിൻ. നിങ്ങൾ എപ്പോഴാണോ അത് ആ ഒരു ലെവലിൽ എത്തുന്നത്, then entire world will listen you. ഓക്കെ അല്ലേ? അപ്പോ ഇപ്പോ നിങ്ങളൊരു മെച്ചുവേർഡ് അഡൾട്ട് ആണ്, അല്ലെ മെച്ചുവേർഡ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ്. സോ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു റീറൈറ്റ് യുവർ സ്റ്റോറി. റെഡി അല്ലേ? 2026 അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് റൈറ്റ് യുവർ ന്യൂ ചാപ്റ്റർ. റെഡി? താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. Thank you, Steffi ma'am. താങ്ക് യു. വളരെ നല്ല എന്തെങ്കിലും class ഡൗട്ട് ആണ്. ഉണ്ടോ? ഓക്കെ അല്ലേ? Okay ma'am. ഓക്കെ ആണ് മാം. അതായത് താങ്ക് യു. ശരിക്കും നമുക്കൊരു മാമിന്റെ ലൈഫ് സ്റ്റോറി തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും അത് എത്ര ഇൻസ്പിറേഷണൽ ആണെന്ന് നമുക്ക് വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും ആ വേർഡ്സ് തന്നെ, ഓരോ വാക്കുകൾ തന്നെ നമുക്ക് ശരിക്കും മോട്ടിവേഷണലും ഇൻസ്പയർ ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു.
Thank you, ma'am. Thank you so much. Actually, beyond the words. ഒന്നും പറയാനില്ല. Really inspired ആയിട്ട് നിൽക്കാണ്. Thank you so much. Thank you, dear. Thank you. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേയിലേക്ക് കടന്നു പോവാ. ഓക്കെ, നല്ല പ്രശ്നമായിരുന്നു മാം. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾക്കൊക്കെ എത്രത്തോളം പ്രിവിലേജ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അത് ഉപയോഗിച്ചോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം. Thank you, ma'am. താങ്ക് യു. മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഫുൾ എനർജറ്റിക്, ഫുൾ പവർ. താങ്ക് യു. ശരിക്കും പറഞ്ഞാല് മാമിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാല് പിന്നെ സ്ട്രഗിള് അനുഭവിക്കുന്നുണ്ടോ, പ്രശ്നങ്ങളിലാണോ, അങ്ങനത്തെ എല്ലാം മറന്നു പോയിട്ട് വേറെ ലൈഫ് തീർച്ചയായിട്ടും അവർ തുടങ്ങിയിരിക്കും, കൺഫേം ആയിട്ട്. അത്രയൊക്കെ പവർഫുൾ ക്ലാസ് ആണ്. താങ്ക് യു, താങ്ക് യു. ആവട്ടെ എല്ലാവർക്കും. അതെ, പ്രത്യേകം. അതെ അതെ അതെ, കറക്റ്റ് December 1 നല്ലൊരു 1-ാം തീയതി മാറ്റിയിട്ടുണ്ട്. അല്ല, അടിപൊളി ക്ലാസ്. താങ്ക് യു. താങ്ക് യു സർ. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാണ്ട്, ഞങ്ങളൊക്കെ മാമിന്റെ പിന്തുടർച്ചക്കാരാണ്, ശിഷ്യന്മാരാണ്. അതിന്റെയാണ് ഞങ്ങൾ ധൈര്യമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണോ എന്ന്. അത് മാമിന്റെ ശിഷ്യരായത് കൊണ്ടാണ് അത്ര ധൈര്യത്തിൽ, അത്ര ഉറച്ച സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും ഞങ്ങൾ അങ്ങനത്തെ പ്രശ്നത്തിലല്ല എന്നിട്ടാ. അതുകൊണ്ട് ഞങ്ങൾ ആഡ് ഓൺ ചെയ്യാണ്. അതല്ലേ വേണ്ടത്. അതെ. അത് മാമിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന്റെ പിന്നിലാണ് അത്രയും ഒരു കോൺഫിഡൻസും. പിന്നെ നമുക്കെല്ലാം ഫ്രീ ആണ്, നമ്മൾ ഫ്രീ മൈൻഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒന്നും പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടൊന്നും ചിന്തിക്കാറേ ഇല്ല. ശരിക്കും സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ലൈഫ് പോകും. നമുക്കൊന്നും ശരിക്ക് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സംഭവമില്ല. ചലഞ്ചസ് വരും, അത് നമ്മൾ അതിനെ നേരിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ലൈഫിൽ ഇപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. താങ്ക് യു. ഇതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലൈഫ് ശരിക്ക് ചേഞ്ച് വരുത്തിക്കുന്നതിന്റെ മെയിൻ ആശാൻ മാം തന്നെയാണ്. താങ്ക് യു. ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ബി ദ ലൈറ്റ് ആൻഡ് ട്രാൻസ്മ്യൂട്ട് എന്നാണ്. നിങ്ങൾ വെളിച്ചമായിട്ട് മാറുക, ആൻഡ് ആർക്കൊക്കെ അത് വേണോ അവർക്കൊക്കെ ധാരാളമായി കൊടുക്കുക. സ്റ്റെഫി മാം, അൻസാർ സാർ, ഞാനും ആ വേഴ്സ് തന്നെ പറയാനാണ് വിചാരിച്ചിരുന്നത്. അതായത് നമുക്ക് ഇപ്പൊ എന്തൊരു പ്രശ്നം, എന്തൊരു സ്ട്രഗിൾസ് വരുമ്പോഴും ഞാൻ പെട്ടെന്ന് മാം പറയുന്ന ആ വേർഡ്സ് ആണ് സെന്റൻസ് ചിന്തിക്കുക കേട്ടോ. സ്ട്രഗിൾസ് മേക്സ് എ സ്ട്രോങ് എന്ന്. അതായത് ഓരോ സ്ട്രഗിളും നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഓരോ ഇതാണ്, ടാസ്കുകളാണ് എന്ന് പെട്ടെന്ന് മനസ്സിൽ നമ്മൾ ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ പിന്നെ സഡൻ ആയിട്ട് തന്നെ നമുക്കൊരു ചേഞ്ച് നമ്മുടെ തോട്ട്സിൽ വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. കൊറേ ടൈം എടുത്തല്ലേ? ഇല്ല മാം, ശരിക്കും മിക്ക ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ വരാറുണ്ട്. നമ്മളിങ്ങനെ ഒരു ഡിസ്കഷൻ ഒക്കെ കഴിയുമ്പോൾ 6:30 ഒക്കെ സാധാരണ ആവാറുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? വൈൻഡപ്പ് ചെയ്യാലേ മാം? വൈൻഡപ്പ് ചെയ്യാം. അടിപൊളി ആയിരുന്നു കേട്ടോ. മാം പറയുന്ന ഓരോ വേർഡ്സും അത്രയും വാല്യുബിൾ ആണ്. ഇനി ഒന്ന് ഞാൻ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, റെക്കോർഡ് വായിച്ച് ചെയ്തിട്ട് ഓരോന്ന് എഴുതി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സജന മാം. ഞാനിന്ന് ഒരാവശ്യത്തിന് പുറത്ത് വന്നതാണ്, ഒന്ന് കയറില്ലാന്ന് വിചാരിച്ചതാ. പിന്നെ സ്റ്റെഫി മാമിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ്
ഷെയർ ചെയ്തത്. താങ്ക് യു സർ. വാല്യുബിൾ ആണ്. താങ്ക് യു. അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാൻ ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.